എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഏറ്റവും പുതിയതായി നൽകപ്പെട്ട പുരസ്കാരങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിൻ്റെ നോവൽ തപോമയുടെ അച്ഛനാണ് പുരസ്കാരം. സന്തോഷ് കുമാറിനാണ് 2025 49ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ കവി. 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ലഭിച്ച മലയാളി താരം ടൊവിനോ തോമസ്. നരിവേട്ട എന്ന സിനിമയിലെ പ്രകടനത്തിന് ടൊവിനോ തോമസിനാണ് 2025 മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് ലഭിച്ച മലയാളി താരം. രണ്ടാമത്തെ തവണയാണ് ടൊവിനോ തോമസിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ്. എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചത് സഫീന ഹുസൈനാണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ് പിന്നാക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ 2025 പത്മഭൂഷൺ ലഭിച്ച പ്രശസ്ത അഭിനേത്രിയും ഭരതനാട്യം നർത്തകിയും ആരാണ്? ശോഭന. ശോഭനയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചലച്ചിത്ര താരം എന്ന നിലയിൽ 2025 പത്മഭൂഷൺ ലഭിച്ച പ്രശസ്ത അഭിനേത്രിയും ഭരതനാട്യം നർത്തകിയുമായ വ്യക്തി. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള നടൻ മോഹൻലാൽ. മോഹൻലാലാണ് 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാള നടൻ. 2023 കലൈമാമണി പുരസ്കാരത്തിന് അർഹയായ ഗായിക ശ്വേതാ മോഹൻ. ശ്വേതാ മോഹനാണ് 2023 കലൈമാമണി പുരസ്കാരത്തിന് അർഹയായ ഗായിക. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അംബികാസുധൻ മാങ്ങാട്. അംബികാസുധൻ മാങ്ങാടിൻ്റെ അല്ലോഹലൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. അംബികാസുധൻ മാങ്ങാടാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 4ാമത് സാഹിത്യ അവാർഡ് ലഭിച്ച വ്യക്തി. മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത് സന്തോഷ് കുമാർ. സന്തോഷ് കുമാറിൻ്റെ കൃതിയായ തപോമയുടെ അച്ഛനാണ് പുരസ്കാരം. സന്തോഷ് കുമാറാണ് മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ 18ാമത് മലയാറ്റൂർ അവാർഡ് നേടിയത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? PB അനീഷ്, രാജശ്രീ വാര്യർ. കലാരംഗത്ത് നിന്നും രാജശ്രീ വാര്യരും കാർഷിക മേഖലയിൽ നിന്നും PB അനീഷിനുമാണ് 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ച പ്രമുഖർ ആരെല്ലാമാണ്? ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലുമോൾ മാരിയറ്റ് തോമസ്. വിവിധ മേഖലകളിൽ നിന്നും ജിലുമോൾ മാരിയറ്റ് തോമസിനും കായിക മേഖലയിൽ നിന്നും അഭിലാഷ് ടോമിക്കും സ്റ്റാർട്ടപ്പ് രംഗത്തു നിന്നും MK വിമൽ ഗോവിന്ദിനും വിദ്യാഭ്യാസ രംഗത്തു നിന്നും ഷഹൽ ഹസൻ മുസ്ലിയാർക്കും മാധ്യമരംഗത്തു നിന്നും ശശികുമാറിനുമാണ് 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ഭൗതിക ശാസ്ത്രത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, ജോൺ M. മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോററ്റ്, ജോൺ M. മാർട്ടിനസ് എന്നിവർക്കാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ലഭിച്ചത്. രസതന്ത്രത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം?
സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവരാണ് രസതന്ത്രത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ലഭിച്ചവർ. വൈദ്യശാസ്ത്രത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാഗുച്ചി. മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സാഗുച്ചി എന്നിവർക്കാണ് വൈദ്യശാസ്ത്രത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ലഭിച്ചത്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. 2025 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചവർ ജോയൽ മൊക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവരാണ്. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോ. വെനസ്വേലയിലെ മരിയ കൊറീനോ മച്ചാഡോയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരൻ ആരാണ്? ലാസ്ലോ ക്രസ്നഹോർക്കെ. ലാസ്ലോ ക്രസ്നഹോർക്കെയാണ് 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ഹംഗേറിയൻ എഴുത്തുകാരൻ. മഹാകവി ജി ശങ്കരകുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇ പി രാജഗോപാലൻ. ഇ പി രാജഗോപാലനാണ് മഹാകവി ജി ശങ്കരകുറുപ്പിൻ്റെ സ്മരണയ്ക്കായി ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി ഉൾക്കഥ. 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനായിരുന്നു, ഗോപ എന്ന കൃതിക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പി എൻ ഗോപികൃഷ്ണൻ. പി എൻ ഗോപികൃഷ്ണൻ്റെ കൃതിയായ കവിത മാംസഭോജിയാണ്. അതിനാണ് പുരസ്കാരം ലഭിച്ചത്. പി എൻ ഗോപികൃഷ്ണനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ്റെ കൃതിയായ റാം കെയർ ഓഫ് ആനന്ദിക്കാണ് പുരസ്കാരം. അഖിൽ പി ധർമ്മജനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം 2025 നേടിയത് ശ്രീജിത്ത് മൂത്തേടം. ശ്രീജിത്ത് മൂത്തേടമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം 2025 നേടിയത്. ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കായി മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 2025 മലയാറ്റൂർ പ്രൈസ് ലഭിച്ചതാർക്കാണ്? സലിൻ മാങ്കുഴി. സലിൻ മാങ്കുഴിയുടെ കൃതിയായ ആനന്ദലീലയ്ക്കാണ് പുരസ്കാരം. സലിൻ മാങ്കുഴിയാണ് ശ്രദ്ധേയരായ യുവ എഴുത്തുകാർക്കായി മലയാറ്റൂർ ട്രസ്റ്റ് നൽകുന്ന 2025 മലയാറ്റൂർ പ്രൈസ് ലഭിച്ചത്. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ. എം ടി വാസുദേവൻ നായരാണ് 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? പി ആർ ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരവും ഹോക്കി താരമായ പി ആർ ശ്രീജേഷുമാണ് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മ, ഐ എം വിജയൻ. ഫുട്ബോൾ താരമായിരുന്ന ഐ എം വിജയനും സംഗീതജ്ഞയായ ഡോക്ടർ കെ ഓമനക്കുട്ടിയമ്മയുമാണ് 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. കേരള സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേരള സർക്കാരിൻ്റെ 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള പി കെ കാളൻ പുരസ്കാരം 2025 ലഭിച്ച തെയ്യം കലാകാരൻ ആരാണ്? ആദിയടം കുഞ്ഞിരാമ പെരുവണ്ണാൻ. ആദിയടം കുഞ്ഞിരാമ പെരുവണ്ണാനാണ് നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പി കെ കാളൻ പുരസ്കാരം 2025 ലഭിച്ച തെയ്യം കലാകാരൻ.
2025 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ ആരാണ്? ജിതിൻ വിജയൻ. ജിതിൻ വിജയനാണ് 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ഏറ്റുവാങ്ങിയ മലയാളി സ്കൈ ഡൈവർ. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. പ്രഭാവർമ്മയാണ് ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകൻ ആരാണ്? പ്രൊഫസർ KP ശങ്കരൻ. പ്രൊഫസർ KP ശങ്കരനാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകൻ. കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് കലാകാരൻ ആരാണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിയാണ് കേരള സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 നിശാഗന്ധി പുരസ്കാരം ലഭിച്ച കഥക് കലാകാരൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. സാറ ജോസഫാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത്. 2025 തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വിമീഷ് മണിയൂർ. വിമീഷ് മണിയൂരിൻ്റെ കൃതിയായ മോനിയലല്ല എന്ന കൃതിക്കാണ് പുരസ്കാരം. വിമീഷ് മണിയൂരാണ് 2025 തകഴി ചെറുകഥാ പുരസ്കാരത്തിന് അർഹനായത്. 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം. കൊല്ലം ജില്ലാ പഞ്ചായത്താണ് 2023-24 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത്. 2024 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ആരായിരുന്നു? പ്രകാശ് രാജ്. നടൻ പ്രകാശ് രാജ് ആയിരുന്നു 2024 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായത് മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് ആണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്രം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായത് മമ്മൂട്ടി. ഭ്രമയുഗം എന്ന സിനിമയിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്കാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിയായത് ഷംല ഹംസ. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലെ പ്രകടനത്തിന് ഷംല ഹംസയ്ക്കാണ് 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ചിദംബരം. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ സംവിധാനം ചെയ്ത ചിദംബരത്തിനാണ് മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. 2024 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാലസാഹിത്യ പുരസ്കാരം കഥാ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് ഭൂതം. വിമീഷ് മണിയൂർ രചിച്ച ഭൂതത്തിനാണ് 2024 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാലസാഹിത്യ പുരസ്കാരം കഥാ നോവൽ വിഭാഗത്തിൽ ലഭിച്ചത്. കേരള സർവകലാശാലയുടെ 2022 വർഷത്തെ ONV പുരസ്കാരം നേടിയത് ആരാണ്? M. മുകുന്ദൻ. മുകുന്ദനാണ് കേരള സർവകലാശാലയുടെ 2022 ONV പുരസ്കാരം നേടിയത്. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ. സംസ്ഥാന സർക്കാർ നൽകുന്ന 2023 വർഷത്തെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? N. അശോകൻ. N. അശോകനാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച
മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KV കുമാരൻ. KV കുമാരൻ്റെ കൃതിയായ യാനത്തിനാണ് പുരസ്കാരം. യാനം SL ഭൈരപ്പയുടെ യാന എന്ന നോവലിൻ്റെ പരിഭാഷയാണ്. KV കുമാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനം. അദ്ദേഹത്തിൻ്റെ കൃതിയായ മിസാറുവിനാണ് പുരസ്കാരം. സന്തോഷ് ഏച്ചിക്കാനത്തിനാണ് 2025 യുനെസ്കോ സാഹിത്യ നഗരം അവാർഡുകളിൽ മികച്ച ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2024 സംസ്ഥാന കർഷക അവാർഡുകളിൽ കർഷകോത്തമ പുരസ്കാരം നേടിയത് ആരാണ്? CJ സ്കറിയാപിള്ള. CJ സ്കറിയാപിള്ളയാണ് 2024 സംസ്ഥാന കർഷക അവാർഡുകളിൽ കർഷകോത്തമ പുരസ്കാരം നേടിയത്. 2023-24 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായത് ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് 2023-24 വർഷത്തെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായത്. മത്സ്യകൃഷിയിലെ മികച്ച നേട്ടങ്ങൾക്കായി കേരള ഫിഷറീസ് വകുപ്പിൻ്റെ 2025 എക്സലൻസ് അവാർഡ് നേടിയ ജില്ല കാസർഗോഡ് ജില്ലയാണ് മത്സ്യകൃഷിയിലെ മികച്ച നേട്ടങ്ങൾക്കായി കേരള ഫിഷറീസ് വകുപ്പിൻ്റെ 2025 എക്സലൻസ് അവാർഡ് നേടിയ ജില്ല. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KP സുധീര. KP സുധീരയാണ് തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? അനിത തമ്പി. കൃതി മുരിങ്ങ വാഴ കറിവേപ്പ്. അനിത തമ്പിയാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാ വിഭാഗത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത് GR ഇന്ദുഗോപൻ. കൃതി ആനോ. GR ഇന്ദുഗോപനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നോവൽ വിഭാഗത്തിൽ ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ചെറുകഥാ വിഭാഗത്തിൽ നേടിയത് ആരാണ്? V ഷിനിലാൽ. കൃതി ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. V ഷിനിലാലാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ചെറുകഥാ വിഭാഗത്തിൽ നേടിയത്. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ നേടിയ കൃതി നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. P ദീപകിൻ്റെ രചനയായ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വൈജ്ഞാനിക സാഹിത്യ വിഭാഗത്തിൽ ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാടകം വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? ശശിധരൻ നടുവിൽ. കൃതി പിത്തളശലഭം. ശശിധരൻ നടുവിലിനാണ് 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നാടകം വിഭാഗത്തിൽ ലഭിച്ചത്. 2024 മികച്ച ഉപന്യാസത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ CB കുമാർ എൻഡോമെന്റ് അവാർഡ് നേടിയത് M സ്വരാജ്. കൃതി പൂക്കളുടെ പുസ്തകം. M സ്വരാജിനാണ് 2024 മികച്ച ഉപന്യാസത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ CB കുമാർ എൻഡോമെന്റ് അവാർഡ് ലഭിച്ചത്. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ഫെല്ലോഷിപ്പ് ലഭിച്ചവർ ആരെല്ലാം? KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് 2024 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് വിശിഷ്ടാംഗത്വം ലഭിച്ചത്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെ. അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പാണ്ഡുരംഗ ഹെഗ്ഡെക്കാണ് പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ലഭിച്ചത്. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത് KJ യേശുദാസ്. KJ യേശുദാസിനാണ് സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ MS
സുബ്ബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ. 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായത് ഫെമിനിച്ചി ഫാത്തിമ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായത്. 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായത് ടൊവിനോ തോമസ്. അന്വേഷിപ്പിൻ കണ്ടെത്തും, ARM, അജയൻ്റെ രണ്ടാം മോഷണം എന്നീ സിനിമകൾക്കാണ് ടൊവിനോ തോമസ് 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായത്. 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടി നസ്രിയ നസീം. സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നസ്രിയ നസീമാണ് 48ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിയായത്. 2023 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് 12th ഫെയിൽ. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന ചിത്രമാണ് 2023 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെല്ലാം? ഷാറുഖ് ഖാൻ, വിക്രാന്ത് മാസി. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിക്രാന്ത് മാസി, ജവാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഷാറുഖ് ഖാൻ എന്നിവർക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് റാണി മുഖർജി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് റാണി മുഖർജിയാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത് സുദീപ്തോ സെൻ. ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് സുദീപ്തോ സെന്നാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി ദേശീയ പുരസ്കാരം നേടിയ മലയാളി താരം വിജയരാഘവൻ. പൂക്കാലം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വിജയരാഘവനാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സഹനടിയായി ദേശീയ പുരസ്കാരം നേടിയ മലയാളി താരം ഉർവശി. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉർവശിയാണ് 71ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി പുരസ്കാരം നേടിയ മലയാളി താരം. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരിയായ ബാനു മുഷ്താഖിൻ്റെ കൃതിയുടെ പേര് ഹാർട്ട് ലാമ്പ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖിൻ്റെ കൃതിയുടെ പേരാണ് ഹാർട്ട് ലാമ്പ്. 2025 74ാമത് മിസ് യൂണിവേഴ്സ് വിശ്വസുന്ദരി കിരീടം നേടിയത് ഫാത്തിമ ബോഷ്. മെക്സിക്കോക്കാരിയായ ഫാത്തിമ ബോഷാണ് 2025 74ാമത് വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത്. 2024 വിജയി വിക്ടോറിയ ക്ജർ തിൽവിഗാണ്. ഡെൻമാർക്കുകാരിയായ വിക്ടോറിയ ക്ജർ തിൽവിഗായിരുന്നു 2024 മിസ് യൂണിവേഴ്സ്. 74ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരായിരുന്നു? മണിക വിശ്വകർമ്മയായിരുന്നു 74ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. 72ാമത് മിസ് വേൾഡ് ലോകസുന്ദരി മത്സരത്തിൽ ജേതാവായത് ആരായിരുന്നു? ഒപാൽ സുജത ചുവാങ്ശ്രീ. തായ്ലൻഡുകാരിയായ ഒപാൽ സുജത ചുവാങ്ശ്രീ ആയിരുന്നു 72ാമത് ലോകസുന്ദരി മത്സരത്തിൽ മിസ് വേൾഡ് മത്സരത്തിൽ ജേതാവായത്. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം ഗോൾഡൻ പീകോക്ക് സ്വന്തമാക്കിയ ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. സംവിധാനം ആഷ്ലൈ മേഫെയർ. സ്കിൻ ഓഫ് യൂത്ത് ആണ് 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ ചിത്രം. 56ാമത് ഗോവ ചലച്ചിത്രമേളയിലെ മികച്ച നടൻ ഉബൈമർ റിയോസ്. എ പോയറ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉബൈമർ റിയോസ് ആണ് 56ാമത് ഗോവ ചലച്ചിത്രമേളയിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 56ാമത് ഗോവ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? സന്തോഷ് ദാവാക്കർ. മറാത്തി ചിത്രമായ ഗോന്ധൽ സംവിധാനം ചെയ്ത സന്തോഷ് ദാവാക്കറാണ്
56ാമത് ഗോവ ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ഗീതാഞ്ജലി ശ്രീ. കൃതി വൺസ് എലിഫൻസ് ലിവ്ഡ് ഹിയർ. ഗീതാഞ്ജലി ശ്രീയാണ് 2025 പെൻ ട്രാൻസ്ലേറ്റ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിഷേൽ ബാഷ്ലെറ്റ്. ചിലിയുടെ മുൻ പ്രസിഡന്റായിരുന്ന മിഷേൽ ബാഷ്ലെറ്റിനാണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന 2025 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ ഗായകൻ സോനു നിഗം. സോനു നിഗമാണ് മധ്യപ്രദേശ് സർക്കാർ നൽകുന്ന 2025 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ ഗായകൻ. കേരള സർവകലാശാലയുടെ 2021 വർഷത്തെ ONV പുരസ്കാരം നേടിയത് ആരാണ്? പ്രൊഫസർ M.K. സാനു. പ്രൊഫസർ M.K. സാനുവാണ് കേരള സർവകലാശാലയുടെ 2021 ONV പുരസ്കാരം നേടിയത്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഡ്രാമ വിഭാഗത്തിൽ ഏതായിരുന്നു? ദി ബ്രൂട്ടലിസ്റ്റ്. ബ്രാഡി കോർബറ്റ് സംവിധാനം ചെയ്ത ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രമാണ് ഡ്രാമ വിഭാഗത്തിൽ 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് ബ്രാഡി കോർബറ്റ്. ബ്രാഡി കോർബറ്റാണ് 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനായത് അഡ്രിയൻ ബ്രോഡി. ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അഡ്രിയൻ ബ്രോഡിയാണ് 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള IFFK 2025 അന്താരാഷ്ട്ര മത്സര വിഭാഗം ജൂറി അധ്യക്ഷനായിരുന്ന ഇറാനിയൻ ചലച്ചിത്രകാരൻ ആരാണ്? മുഹമ്മദ് റസൂലോഫ്. മുഹമ്മദ് റസൂലോഫ് ആണ് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗം ജൂറി അധ്യക്ഷനായിരുന്ന ഇറാനിയൻ ചലച്ചിത്രകാരൻ. 30ാമത് IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ജാപ്പനീസ് ചിത്രം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ്. ഷോ മിയാക്കി സംവിധാനം ചെയ്ത 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന ചിത്രമാണ് 30ാമത് IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത്. ജാപ്പനീസ് ചിത്രമാണ്. IFFK അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഖിഡ്കി ഗാവ്. ഇഫ് ഓൺ എ വിന്റേഴ്സ് നൈറ്റ്. സഞ്ജു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത ഖിഡ്കി ഗാവാണ് IFFK അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം നേടിയ സിനിമ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? തന്തപ്പേര്. ലൈഫ് ഓഫ് എ ഫാലസ്. ഉണ്ണികൃഷ്ണൻ ആവള സംവിധാനം ചെയ്ത തന്തപ്പേര് ലൈഫ് ഓഫ് എ ഫാലസ് എന്ന ചിത്രമാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം നേടിയ സിനിമ. ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഈ വർഷത്തെ ഏറ്റവും വൈവിധ്യമാർന്ന നടനുള്ള മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർക്കുള്ള പുരസ്കാരം നേടിയത് അല്ലു അർജുൻ. അല്ലു അർജുനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഈ വർഷത്തെ ഏറ്റവും വൈവിധ്യമാർന്ന നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. 2025 വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ബ്രസീലിയൻ ശാസ്ത്രജ്ഞ ആരാണ്? ഡോക്ടർ മരിയഞ്ചേല ഉംഗ്രിയ. ഡോക്ടർ മരിയഞ്ചേല ഉംഗ്രിയയാണ് 2025 വേൾഡ് ഫുഡ് പ്രൈസ് നേടിയ ബ്രസീലിയൻ ശാസ്ത്രജ്ഞ. 2025 കാൻ ഫിലിം ഫെസ്റ്റിവൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക ആരാണ്? പായൽ കപാഡിയ. പായൽ കപാഡിയ ആയിരുന്നു 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സംവിധായക. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച മുൻ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. എസ് സോമനാഥാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ച മുൻ ISRO ചെയർമാൻ. കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ പാക് കോങ്നി പുരസ്കാരം
നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ? അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷാണ് കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ പാക് ക്യോങ്നി പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ. ലാ ട്രസ്റ്റ്, ലീഗൽ എയ്ഡ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ച മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ജസ്റ്റിസ് പി. സദാശിവം. ജസ്റ്റിസ് പി. സദാശിവമാണ് ലീഗൽ എയ്ഡ് ട്രസ്റ്റ്. ലാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ച മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയാണ് 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന പുരസ്കാരങ്ങളിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. പി. ഗോവിന്ദപിള്ളയുടെ പേരിലുള്ള 5ാമത് ദേശീയ പുരസ്കാരത്തിന് അർഹനായ വിഖ്യാത കർണാടക സംഗീതജ്ഞൻ ടി.എം. കൃഷ്ണ. ടി.എം. കൃഷ്ണയാണ് പി. ഗോവിന്ദപിള്ളയുടെ പേരിലുള്ള 5ാമത് ദേശീയ പുരസ്കാരത്തിന് അർഹനായ വിഖ്യാത കർണാടക സംഗീതജ്ഞൻ. 2025 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം നേടിയ ഇറാനിയൻ ചിത്രം? ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്. ജാഫർ പനാഹി സംവിധാനം ചെയ്ത ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന ചിത്രമാണ് 2025 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡിയോർ പുരസ്കാരം നേടിയ ഇറാനിയൻ ചിത്രം. ഇന്ത്യയിലെ പരമോന്നത ശാസ്ത്ര അവാർഡായ വിജ്ഞാൻ രത്ന പുരസ്കാരം 2025 മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് പ്രൊഫസർ ജയന്ത് വിഷ്ണു നാർലിക്കർ. പ്രൊഫസർ ജയന്ത് വിഷ്ണു നാർലിക്കറിനാണ് ഇന്ത്യയിലെ പരമോന്നത ശാസ്ത്ര അവാർഡായ വിജ്ഞാൻ രത്ന പുരസ്കാരം 2025 മരണാനന്തര ബഹുമതിയായി ലഭിച്ചത്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി കെ.ആർ. മീര. കെ.ആർ. മീരയാണ് 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.